എന്നിട്ട് പിന്നെ സെയിം മുകളിലേക്ക് ഒന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ സെയിം പറഞ്ഞ് നിനക്കൊരു കത്തുണ്ട് പറഞ്ഞു. അപ്പൊ തന്നെ ഞാന് എനിക്ക് കത്തോ, ഇതാണ് ലെറ്റർ. യെസ്, ആ ലെറ്റർ ഞാൻ പോഡ്കാസ്റ്റിൽ തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് സഹീനെ എനിക്ക് തന്നില്ല. സഹീൻ നേരെ ഇത് തുറന്ന് വായിക്കാൻ വേണ്ടി ഇങ്ങനെ തുറന്നപ്പോ തന്നെ ഞാൻ അങ്ങ് അലിഞ്ഞു പോയി. ലെറ്ററിന്റെ പുറം ഞാൻ വായിച്ചുതരാം, അല്ലെ സെമീർ വായിക്കേ. ഫ്രം സർപ്രൈസ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ഊമക്കത്തൊക്കെ ഉള്ള പോലെ. പിന്നെ ടു സയാൻ ജാക്കിർ 30. ഇങ്ങനെ തുറന്ന് സഹീം വായിക്കാൻ വേണ്ടി ഇങ്ങനെ തുറക്കുമ്പോ തന്നെ നിനക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ആഗതായത്. വായിക്കണ്ടോ? വേണമെങ്കിൽ നീ ഒന്ന് വായിച്ചോ. പ്രിയപ്പെട്ട സയാൻ, ബൈ ദ വേ ഇത് എഴുതിയ ആളത് കാണുകയാണെങ്കിൽ, ഹേ ഗായ്സ്, വെൽക്കം ടു ദി മോസ്റ്റ് അൺറേറ്റഡ് പോഡ്കാസ്റ്റ് ഇൻ മലയാളം, ആഫ്റ്റർ അവേഴ്സ് മലയാളീസ്. ഈ സെറ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു പുതുമ തോന്നുന്നില്ലേ? അതേപോലെയുള്ള പുതുമയുള്ള ടോപ്പിക്സ് ആണ് ഞങ്ങൾ പുതുമയുള്ള ടോപ്പിക്സ് ആണ് ഞങ്ങൾ ഇൻട്രോക്ക് നിങ്ങൾ ലൈക്ക് ഇട്. ഒന്ന്, ജയാൻക്ക് ഒരു പെൺകുട്ടി ഒരു അനോണിമസ് ലെറ്റർ അയച്ചു, അതും പ്രണയം കലർന്നത്. അതെ. അതേപോലെ എൻ്റെ 24ാമത്തെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെയാണ് ആഘോഷിച്ചതെന്നും, പിന്നെ സയാൻ്റെ സയാൻ്റെ ഷോപ്പിൽ ഒരുപാട് വന്ന എക്സ്പീരിയൻസസും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നുണ്ട്. സോ എല്ലാവരും അവസാനം വരെ കേൾക്കുക. സൗദേ റോൾ ദ ഇൻട്രോ മ്യൂസിക് പ്ലീസ്. Hey everyone, welcome to the most underrated podcast in Malayalam, After Hours Malayalis. സെമീറെ, ഞാൻ കുറെ ആയി എന്നോടൊരു കാര്യം പറയണം. അതെ, ഒരു 2-3 ആഴ്ചയായി സയാൻ എന്നോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. പക്ഷെ എനിക്കത് പോഡ്കാസ്റ്റിൽ പറയാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ക്യൂരിയോസിറ്റി അടിപ്പിക്കുന്നത്. എനിക്കിത് സെമീറായിട്ട് പറയണമെന്നല്ല, സെമീറായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഇതെന്താ സംഭവം എന്ന് പറയുന്നതിന്റെ ലൈവ് റിയാക്ഷൻ എനിക്ക് സെമീറിന്റെ പോഡ്കാസ്റ്റിൽ കിട്ടും വേണമെന്നുണ്ട്. അതെ, കഴിഞ്ഞ ദിവസം ഞാന് വർക്ക് ചെയ്തില്ലായിരുന്നു. സഹീനായിരുന്നു ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന ദിവസം. അപ്പൊ ഞാൻ വീട്ടിൽ ഫുൾ ഡേ ഉണ്ടായിരുന്നു. ഫ്രീ അല്ല, അപ്പോഴും വർക്കിംഗ്. ഓക്കെ, ഫുൾ ഡേ വീട്ടിലാണ്. അപ്പൊ പോഡ്കാസ്റ്റ് വ്ളോഗ് ഇതൊക്കെ ആയിട്ട് നമ്മൾ വർക്കിംഗ് ആണ്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത് രാത്രി 1 മണിയൊക്കെ ആയപ്പോ, 1 മണി കഴിഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോ സഹീം വന്നു. വർക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ സഹീം വന്നപ്പം സഹീന് എന്നൊക്കെ പറഞ്ഞ് പോയി. എന്നിട്ട് പിന്നെ സഹീം മുകളിലേക്ക് ഒന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ സഹീം പറഞ്ഞ് നിനക്കൊരു കത്തുണ്ട് പറഞ്ഞു. അപ്പൊ തന്നെ ഞാന് എനിക്ക് കത്തോ, കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് ആകെ കത്തയക്കാൻ ഉള്ള ആൾക്കാർ പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്കോഷ്യ ബാങ്ക് അല്ലെങ്കിൽ CIBC ബാങ്ക്. ഇത് രണ്ടും ഞാൻ ഇലക്ട്രോണിക് മെയിൽ ആക്കി കൺവേർട്ട് ചെയ്തോളൂ. എനിക്ക് മെയിൽ വരാനില്ല. ഞങ്ങളുടെ വീടിന്റെ ലീസ് സഹീന്റെ പേരിലാണ്, ബിസിനസ് സഹീന്റെ അതാണ്, കാറ് രണ്ടും സഹീന്റെ പേരിൽ. അപ്പൊ ഞാനൊരു വൺസ് അപ്പോൺ എ ടൈം ദേർ ലിവ്ഡ് എ ഗോസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് മെയില് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞെട്ടി. പിന്നെ സഹീൻ ആ മെയിൽ എടുത്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു കമ്പനി എന്നുള്ള മെയിലൊന്നല്ല, പേഴ്സണൽ ലെറ്റർ ആണ്. അങ്ങനെ സഹീന് ഈ മെയിൽ എടുത്തപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇതായി. ഇതാണ് ആ ലെറ്റർ. യെസ്, ആ ലെറ്റർ ഞാൻ പോഡ്കാസ്റ്റിൽ തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് സഹീനെ എനിക്ക് തന്നില്ല. സഹീൻ നേരെ ഇത് തുറന്ന് വായിക്കാൻ വേണ്ടി ഇങ്ങനെ തുറന്നപ്പോ തന്നെ ഞാൻ അങ്ങ് അലിഞ്ഞു പോയി. കാരണം എന്താന്ന് ഞാൻ പറയുന്നതിന് മുന്നേ ഈ ലെറ്ററിന്റെ പുറം ഞാൻ വായിച്ചുതരാം, അല്ലെ സെമീർ വായിക്കേ. ഫ്രം കണ്ടെങ്കിൽ ഡോക്ടർ ഡ്രൈവ്. കണ്ടെങ്കിൽ ഡ്രൈവ്, കണ്ടില്ലെങ്കിൽ തെരഞ്ഞോളീൻ ഓഫ് മിസിസാഗ ഒണ്ടാരിയോ. ഒരു സർപ്രൈസ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ഊമക്കത്തൊക്കെ ഉള്ള പോലെ. പിന്നെ ടു സയാൻ ജാക്കിർ 30. ഇതാണ് കത്ത്, കത്തിന്റെ പുറം ഭാഗം. എന്നിട്ട് അകം എടുത്തപ്പം ചെക്കാണോ, ചെക്ക് ഫോർ $500. ഇങ്ങനെ തുറന്ന് സഹീം വായിക്കാൻ വേണ്ടി ഇങ്ങനെ തുറക്കുമ്പോ തന്നെ നിനക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ആഗതായത്.
ഞാൻ ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ആ നേരം ഇല്ലാതായിരുന്നെങ്കിൽ ഞാൻ സഹീന്റെ മുന്നിൽ എംബാരസ്മെന്റ് ഓക്വേർഡ്നെസ് ഞാനിപ്പോ അങ്ങ് ആവിയായി പോയില്ലെങ്കിൽ അത്രയും സുഖമായിരുന്നു ഇങ്ങനെ തോന്നിപ്പോയി. പക്ഷെ സഹീൻ ഇത് മലയാളത്തില് കൈകൊണ്ട് എഴുതിയൊരു കത്താണ്. പക്ഷെ സഹീന് ഇത് ഇങ്ങനെ വായിക്കണം. ഞാൻ പെട്ടെന്ന് വായിച്ചിട്ട് സഹീൻ എന്നോട് ചോദിച്ച, പക്ഷെ അതൊക്കെ വായിച്ച് കഴിയാറായപ്പോ എന്റെ സഹീന്റെയും കൺസേൺ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ അഡ്രസ് ഒരാൾക്കും അറിയില്ല. ആകെ അറിയുന്നത് എനിക്ക്, നിനക്ക്, പിന്നെ നമ്മളെ നീനു നെഫിൽ, വേറെ ആർക്കും അറിയില്ല. പിന്നെ ഏഞ്ചലിനൊന്ന് ദോർത്തൊക്കെ ഉള്ളൊരു ബുദ്ധി. പിന്നെ എന്റെ 1-2 ഫ്രണ്ട്സ്, പക്ഷെ ഓരും ഇത് അതിന് മുന്നാണ്, അവർക്കും അറിയില്ല. അപ്പൊ സഹീനോട് ചോദിച്ച് നീ ആർക്കാ നമ്മളെ അഡ്രസ് പറഞ്ഞു കൊടുത്തേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആർക്കും അഡ്രസ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് സഹീൻ വിചാരിക്കണം ഞാനില്ലാത്ത സമയത്ത് ഈ വീട്ടിൽ എന്തൊക്കെയാന്ന് അങ്ങനെ. എന്നിട്ട് പിന്നെ കത്ത് വായിക്കണ്ടോ? വേണമെങ്കിൽ നീ വായിച്ചോ. പ്രിയപ്പെട്ട സയാൻ, ബൈ ദ വേ ഇത് എഴുതിയ ആളത് കാണുകയാണെങ്കിൽ സയാന്റെ പേരിൽ 2 A ഉണ്ട് കഴിഞ്ഞിട്ട്. എല്ലാം ഖൈറാണെന്ന് വിശ്വസിക്കുന്നു. മുസ്ലിം ആവാതിരിക്കാം. പോഡ്കാസ്റ്റ് ഒന്നും അധികം കാണാറില്ല, കേൾക്കാറുമില്ല. എന്നിരുന്നാലും ചിലതൊക്കെ കാണാറുണ്ട്. ഇവനെ കൊണ്ടാണല്ലോ ഞാൻ വായിപ്പിച്ചത്. ചിലതൊക്കെ എനിക്കറിയില്ല, അത് ചില പോഡ്കാസ്റ്റ് ഒക്കെ കാണാറുണ്ടാവുന്നത് അല്ല ആ ഉദ്ദേശിച്ചത്. ഇതൊന്നും ഞാൻ കാണില്ല, പക്ഷെ ഐ വാച്ച് സം ഓഫ് മേ ബി വ്ളോഗോ, നിന്റെ ഇൻസ്റ്റഗ്രാമോ, അല്ലെങ്കിൽ നിന്റെ ഓൺലൈൻ ഫാൻസോ, സ്നാപ്ചാറ്റോ. കൂടുതൽ കണ്ടിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ പോഡ്കാസ്റ്റ് തന്നെയാണ് ഉദ്ദേശിച്ചത്. സമീർ അവിടെ ഊമക്കത്തില് വരെ എനിക്കുള്ള ഒരു കൺസേൺ. സമീർ എന്തു പറയുന്നു? അൽഹംദുലില്ലാ ഖൈർ. എനിക്ക് സമീറിന്റെ സംസാരവും നിഷ്കളങ്കതയും ആദ്യമായിട്ടാണ് എന്നോടൊരാള് ഞാൻ നിഷ്കളങ്കനാണെന്ന് പറയണേ. അതെ, മനസ്സിലാക്കാലോ. എനിക്ക് സമീറിന്റെ സംസാരവും നിഷ്കളങ്കതയും ആണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ നിനക്ക് മനസ്സിലായി നമ്മളായിട്ട് അധികം പരിചയമില്ല. ഞാൻ ഒരുപാട് നേരിട്ട് കണ്ടിട്ടുണ്ട്. ആര്? നിന്നെ? അല്ല, നിന്നാവും. കാരണം എന്റെ ടോപ്പിക്കവിടെ കഴിഞ്ഞു. അതാണ് എന്റെ ഡൗട്ട്. എന്റെ കഴിഞ്ഞു, പിന്നെ നീയാണ്. നമുക്ക് 2 പേർക്കും വിപരീത സ്വഭാവമാണെങ്കിലും ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്നാണല്ലോ. ഇതിനുള്ള മറുപടി കിട്ടും എങ്ങനെ? എക്സാക്ട്ലി, ഇതിനുള്ള മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് സ്നേഹിത, അതായത് ഫ്രണ്ട്. എന്നിട്ട് പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ഇത്രയും എംബാരസ്ഡ് ആവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ സമീർ പറഞ്ഞു ഇതിലൊരു ലിപ് മാർക്ക് ഉണ്ട്. അതെ, അപ്പൊ സഹീൻ അത് കണ്ടിട്ട് ഇതായപ്പോ ഞാൻ ഭയങ്കര എംബാരസ്ഡ് ആയി പോയി. എന്നിട്ട് ഞാൻ കുറെ ആലോചിച്ചു. ഫസ്റ്റ് എന്റെ ഇത് നിനക്കുള്ള കത്ത് എനിക്ക് എത്തിയതാണോ? എന്റെ അഡ്രസ് മൊത്തം നീ പറയില്ല. എന്റെ അഡ്രസ്സൊക്കെ വന്ന സ്ഥിതിക്കായോണ്ട് ഇനിയിപ്പോ ടൊറോണ്ടോയില് താമസിക്കുന്ന ഒരാൾ നിന്നിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തോണ്ട് എന്നിലേക്ക് എത്തിയിട്ട് നിന്നെ, പക്ഷെ ഫുൾ മറുപടി എനിക്കറിയില്ലടാ. അങ്ങനെയാണ് എന്നെ കുറിച്ചല്ല ആദ്യം പറയണ്ടേ. എന്നെ എംഫസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആദ്യം തന്നെ ടോപ്പിക്ക് കിടക്കും. ഏതാവട്ടെ. അപ്പൊ ഞാൻ എന്നിട്ട് കുറെ ആലോചിച്ചു, ഇതിപ്പോ എനിക്ക് എന്റെ പ്രൈവസി കൺസേൺ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്റെ റൂമിന്റെ അവിടെ ഒരു ജനലൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ വീടിന്റെ അഡ്രസ് ഒക്കെ അറിയുന്ന ആളാണെങ്കിൽ ജനലിലൂടെ നോക്കി പോലെ സ്റ്റോക്കറൊക്കെ ആണെങ്കിലോ. അതെ, അപ്പോ ഞങ്ങളെ പ്രൈവസി കൺസേൺ ഭയങ്കര വലിയൊരു കൺസേൺ ആയിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു ആരാണത്. അങ്ങനെ എനിക്ക് ഇപ്പൊ ഇതൊരു പെൺകുട്ടിയാന്ന് അസ്യൂം ചെയ്യാം. കാനഡയാണ്. അതെ, ഐഡന്റിഫയേഴ്സ് ആണെങ്കിലും. അതെ. അപ്പൊ ഒരു പെൺകുട്ടിയാന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ ആലോചിച്ചു, ഓക്കെ മലയാളത്തിൽ എനിക്കറിയുന്ന മലയാളിയായിട്ട് എനിക്കറിയുന്ന പെൺകുട്ടികൾ ആരാണ്? വളരെ ചുരുക്കം. കാരണം മിക്ക ആൾക്കാരും നമ്മളത് നോൺ മലയാളീസ് ആണ് അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ. അങ്ങനൊക്കെ ആലോചിച്ച് എന്റെ മനസ്സില് ഒരു പേര് വന്നു. അങ്ങനെ ഞാന് പിന്നെ ഇങ്ങനെ ഓരോതൊക്കെ ഇങ്ങനെ ഞാന് മറ്റേ മെമ്മറീസ് സിനിമയിൽ നീ കണ്ടിട്ടില്ലേ, പൃഥ്വിരാജ് ഒരു ബോളില് പല സ്ട്രിങ്സ് ആയിട്ട് പല എവിഡൻസ് ഇതൊക്കെ
അങ്ങനൊക്കെ ആണെങ്കിലും ഓക്കെ ഈ കുട്ടി മുസ്ലിമാണ്, ഈ കുട്ടി മലയാളിയാണ്, ഈ കുട്ടി നമ്മളെ എന്താ പറയാ ടൊറോണ്ടോ അടുത്താണ് വീട്, നമ്മള് അങ്ങനെയുള്ളൊരു ടൊറോണ്ടോ അടുത്താണ്. നമുക്ക് എങ്ങനെ മിസിസാഗാന്ന് എഴുതിയോണ്ടോ? അതല്ല, ഇവിടൊക്കെ വന്നു തരണമെങ്കിൽ വന്ന് തരണം. പോസ്റ്റ് വഴി അയച്ചതല്ലോ, അതാ സ്റ്റാമ്പ് ഒക്കെ ഉണ്ടല്ലോ. സെഹി എന്നോട് പറഞ്ഞത് ആരോ കൊണ്ടിട്ടതാന്നാ തോന്നുന്നത്. അല്ല, സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ ഇത് പോസ്റ്റ് വഴി അയച്ചത് തന്നെയല്ലേ? ഓക്കെ ഏതോട്ടെ, ഞാൻ അതവരെ സീലുണ്ടടാ, അതൊക്കെ പോസ്റ്റ് ഓഫീസ് പോയാലല്ലേ. എനിവേ, അപ്പൊ അങ്ങനെ ഒക്കെ ആവുമെങ്കിൽ അങ്ങനെ ഞാൻ ഒരാളെ ഇങ്ങനെ ലോക്ക് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോ പോയിട്ട് ഇങ്ങനെ ലെറ്റർ അയച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അവരെന്തായാലും ഞാനോ എന്ത് ലെറ്റർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര സ്മാർട്ടായിട്ട് ഞാൻ അവരോട് പോയിട്ട് ചോദിച്ചു, നിന്റെ ലെറ്ററൊക്കെ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, ഈ പെൺകുട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല എനിക്ക് കിട്ടിയിട്ടുണ്ട്, മതി മതി സമ്മതിച്ചേ, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ ഈ സെമീറും എന്റെ ഒരു ലിബാം എത്ര പ്രാവശ്യടാ ചുണ്ട് ഡ്രൈ ആവടാ. അപ്പൊ എന്താ അപ്പൊ എന്നോട് പറഞ്ഞ എന്ത് ലെറ്റർ? ഞാൻ പറഞ്ഞു അഭിനയിക്കൊന്നും വേണ്ട, ഇറ്റ്സ് ഓക്കെ. അപ്പൊ എനിക്ക് വോയിസ് അയച്ചു, നിങ്ങൾ എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നീ അയച്ച ലെറ്റർ ഇന്നലെ കിട്ടി, ഞാൻ വായിച്ചു, സീനൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്ക് നിങ്ങൾ എന്ത് ലെറ്ററിനെ പറ്റിയാ പറയുന്നതെന്നൊന്നും അറിയില്ല, അപ്പൊ നിങ്ങൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പറഞ്ഞു എനിക്ക് അഭിനയിക്കേണ്ട റീസൺ ഒന്നും ഇല്ല. അങ്ങനെ കൂടുതൽ ഞങ്ങൾ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഈ കുട്ടിയല്ല. എന്നിട്ട് അവസാനം ഞാനും ഡിഫെൻസീവ് മോഡിലായി. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ വിചാരിച്ചു നിങ്ങളാണെന്ന്, നിങ്ങളല്ല. അപ്പൊ എന്നോട് പറഞ്ഞേ നിങ്ങള് ഊഹിച്ചല്ലോ, ഞാനാണ് പറഞ്ഞേക്കല്ലേ പറഞ്ഞു. അതായത് എന്താ ക്വസ്റ്റ്യൻ ചെയ്തതല്ലോ, ഗസ് നേരെ ഉറപ്പിച്ച പോലെ കൺക്ലൂഷൻ. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ ആകെ ഡിഫെൻസീവായി. എന്നിട്ട് പിന്നെ ഞാൻ ആകെ ഇങ്ങനെ കുറച്ച് ദിവസമല്ല, ഒരു 2 days ഞാൻ ഇത് ആരായിരിക്കും ഇങ്ങനെ കുറെ ആലോചിച്ചു. എന്നിട്ട് ആരാന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്നിട്ട് അല്ല അതവിടെ പോട്ടെ, മറുപടി എന്താ ആരാന്ന് പോലും അറിയാതെ ഞാൻ എന്ത് മറുപടി? താങ്ക്സ് ഫോർ ലിസണിങ് ടു ദ പോഡ്കാസ്റ്റ്, സബ്സ്ക്രൈബ്. അതെ, ഞാൻ പറയുകയാണെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഞങ്ങള് എല്ലാവരോടും ഫ്രണ്ട്ഷിപ്സിൽ ഭയങ്കര ഓപ്പൺ ആണ്. ലൈക്ക് വി ഡോണ്ട് മൈൻഡ് ബീങ് ഫ്രണ്ട്സ് വിത്ത് എനി പീപ്പിൾ. പക്ഷെ എന്താന്ന് വെച്ചാല് അധികം കമ്മിറ്റ്മെന്റ്സ് ഒന്നും പ്രതീക്ഷിക്കരുത്. വാട്ട് മൈ പോയിന്റ്, അതായത് ഇപ്പൊ നമ്മള് പുറത്തുനിന്ന് പല ആൾക്കാരെ മീറ്റ് ചെയ്യും, നമ്മൾ ഹാങ് ഔട്ട് ചെയ്യും, ഫ്രണ്ട്സ് ആവും, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ക്ലാസ്സിലുള്ളവരെ കൂടെ ഇപ്പൊ ചെയ്യാൻ വന്ന് ഹാങ് ഔട്ട് ചെയ്യലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. പക്ഷെ ദ പോയിന്റ് ഈസ് ഇതൊക്കെ ഈ ഒരു ടൈം ബീങ്ങിലാണ്. അല്ലാതെ ഇപ്പൊ ചിലപ്പോ ഒരു 1 year 2 years ഒക്കെ കഴിഞ്ഞാല് ചിലപ്പോ നമ്മളിങ്ങനെ ഒരു ഗുഡ് ടേംസിലായിരിക്കും അവരോട്, പക്ഷെ ഇവരുടെ ലൈഫിൽ എന്താ നടക്കണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ടൈം കമ്മിറ്റ്മെന്റ് നമ്മളെടുത്ത് നടക്കില്ല. അതെ, പക്ഷെ എല്ലാരും ഏറ്റവും നല്ല കമ്പനി ഒക്കെ കീപ്പ് ചെയ്ത് ഹാങ് ഔട്ട് ഒക്കെ ചെയ്തതാവാന് വി ആർ റിയലി ഗുഡ് വിത്ത് ഇറ്റ്. അതെ, പിന്നെ ഈ അനോണിമസ് ആയിട്ട് പേര് കീപ്പ് ചെയ്യുന്നതില് നമ്മളെ മറ്റേ NGL അനോണിമസ് ആയി മെസ്സേജ് ഒക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അനോണിമസ് ആയി പറയണത് നമ്മൾ കടിക്കൊന്നുമില്ല. അതെ അപ്പൊ അതാണ് സംഭവിച്ച ഒരു കാര്യം. ഇതാണ് ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചത്. അതെ, പിന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്സിന്റെ ഓപ്പൺ ആണ്, എന്റെ ഫ്രണ്ട്സിനോട് ഹാങ് ഔട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ പറയണമെന്ന് വിചാരിച്ച ഒരു ടോപ്പിക്കാണ് എൻ്റെ 24th ബർത്ത്ഡേ. ഞാൻ പോലും അറിയാതെ ഞാനൊരു മെയിൻ ക്യാരക്ടറായി ഒരു ആഘോഷമായി നടന്നു. അത് ഞാൻ ഫുൾഫിൽഡ് ആൻഡ് ഹാപ്പിയാണ്. ഞാൻ ബീങ് ഓണസ്റ്റ് ഞാനൊരു ബർത്ത്ഡേ പേഴ്സൺ അല്ലായിരുന്നു. എക്സാക്ട്ലി അല്ലായിരുന്നു. അതെ, ഞാനൊരു 14-15 ആയിരിക്കും ബർത്ത്ഡേക്ക് വൻ എക്സൈറ്റഡ് ആയത്. പിന്നെ സ്ലോലി ആ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ ഡൈ ആയി. പിന്നെ വെൻ ബർത്ത്ഡേ കംസ് ഇറ്റ് ജസ്റ്റ് അനദർ ഡേ. ചില ആൾക്കാർ നമ്മളെ വിഷ് ചെയ്യും, ഉമ്മൊക്കെ വിളിച്ചിട്ട് സ്നേഹത്തോടെ കുറച്ചൊക്കെ വിഷ് ചെയ്യും, അതൊക്കെ നൈസാണ്. ഐ റിയലി വാല്യൂ ഇറ്റ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ബർത്ത്ഡേ കണ്ടിരുന്നത്. പക്ഷെ എൻ്റെ ഈ ബർത്ത്ഡേ എൻ്റെ കുറച്ച് ക്ലാസ്സിലെ എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ്, നമ്മൾ പോഡ്കാസ്റ്റിലൊക്കെ ക്യാമിയായി വന്ന ഗ്രേസ്, പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സ് സയാന്, ഇവരെല്ലാവരും കൂടിയാണ്ട് എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആൻഡ് ഭയങ്കര ഒരു ഇവന്റ് എന്നുള്ള രീതിയിലോട്ട് ആക്കി തീർത്തു വരും. അപ്പൊ ഇവരാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആവണ
ഒരു 12 മണി ടൈം ആയപ്പോഴേക്കും തന്നെ എല്ലാവരും വീട്ടിലൊക്കെ എത്തി. വീട്ടിലൊരു പാർട്ടി പോലൊക്കെ ഇങ്ങനെ ഫുഡ് കേക്ക് സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തു, ഹോസ്റ്റ് ചെയ്തു. പിന്നെ അതേപോലെ ഇവര് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇങ്ങനെ മാറ്റി നിർത്തി. അപ്പോഴേക്കും ബാക്കിയുള്ളവര് ഒരു കാറിന്റെ ബാക്കിൽ മറ്റേ വൈറ്റ് കർട്ടണും ഫെയറി ലൈറ്റ്സും 2 കേക്ക് ബൊക്കെ 3 കേക്ക് 3 കേക്ക്. എൻ്റെ റൂംമേറ്റ്സ് ആയ മണി സോഗത്തിൻ്റെ അടുത്തുനിന്ന് ഒരു കേക്ക്, പിന്നെ ഇവരുടെ അടുത്തുനിന്ന് 2 കേക്ക്. ഞാൻ എപ്പോഴും ആൺകുട്ടികളോട് പറയണാണ്, ഈ പെൺകുട്ടികൾ മാത്രമാണ് ഞാൻ കണ്ടത് ബർത്ത്ഡേക്ക് മോർ ദാൻ 1 കേക്ക് കട്ട് ചെയ്യണവരെ. ഞാൻ ആൺകുട്ടികളിൽ ഇതുവരെ കണ്ടിട്ടില്ല. കർമ്മ അടിച്ചു തോന്നുന്നത്. ഞാൻ ആൺകുട്ടികളിൽ ഇതുവരെ കണ്ടിട്ടില്ല ഒരു മോർ ദാൻ 1 കേക്ക് കട്ട് ചെയ്യും. പക്ഷെ പെൺകുട്ടികളുടെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു വൺ ബിഗ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു 3 കേക്ക് കട്ട് ചെയ്തു ഇവർ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ രാവിലെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിങ്, വൈകുന്നേരം വേറൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ കേക്ക് കട്ടിങ്, വീട്ടുകാരെ കേക്ക് കട്ടിങ്, അങ്ങനെ ഒരു 4-5 കേക്ക്, 4-5 ബർത്ത്ഡേ ഇവൻറ്റ്സ്. അതൊക്കെ ഞാൻ പെൺകുട്ടികളിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ച ആൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു അന്യം നിന്ന് പോയ സംഭവമാണ്. അവർക്ക് അവരുടെ ഒരു സറൗണ്ടിങ്സിൽ ഇതൊന്നും എക്സിസ്റ്റ് ചെയ്യുന്ന അവരുടെ റെൽമിലുള്ള സംഭവം അല്ലാന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാനിതിങ്ങനെ ഇവർ 2 കേക്ക് പിന്നെ ഫെയറിയിൽ അതാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തതാണ്. പിന്നെ ആണെങ്കിൽ ഗിഫ്റ്റ്, ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അന്ന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ്. കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് പറയും. അതെ, ഓഫ് എന്നെ വരെ അങ്ങ് സ്പോയിൽ ചെയ്തു. എനിക്ക് ഒരു നൈക്ക് എയർഫോഴ്സ് 1 സ്നീക്കേഴ്സ് ഞാനാണെങ്കിലും ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇത്ര ഒരു ഹൈ എൻഡ് ഷൂ ഒക്കെ ഇടണം എന്നുള്ളത്. ഞാൻ എപ്പോഴും ഒരു മിഡിൽ ലെവൽ ഒക്കെ നോക്കിയിട്ടാണ് മേടിക്കാറ്. പിന്നെ എനിക്ക് എൻ്റെ ഒരു 4 ഷർട്ട് ഓരോരോ ടൈപ്പ് ഫ്രണ്ട്സ്. കാരണം എന്താ വെച്ചാല് ആണുങ്ങൾക്ക് ഈ ഗിഫ്റ്റിന്റെ ഒരു ഓപ്ഷൻസ് പറഞ്ഞാല് വളരെ ചുരുങ്ങിയതാണ്. അവർക്ക് ഒന്നെങ്കിൽ വാച്ച്, പെർഫ്യൂം, ഷർട്ട്, ഷൂസ്, അല്ലെങ്കിൽ ഇപ്പം അവർക്ക് അവർക്ക് UFC താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും UFC റിലേറ്റഡ് എന്തെങ്കിലും മെർച്ച് എന്തെങ്കിലും, അല്ലെങ്കിൽ സയാന്റെ ബർത്ത്ഡേക്ക് ഏഞ്ചൽ സീക്ക് ഡിസ്കംഫർട്ടിന്റെ അതൊക്കെ അതെ ക്ലോത്തിങ് അങ്ങനത്തെ ഒരു ഇതിലാണ് വരുന്നത്. അപ്പൊ ഇവരൊക്കെ പിന്നെ ഒരു ഈസി ഓപ്ഷൻ എന്നുള്ള രീതിയിൽ എല്ലാവരും എനിക്ക് ഷർട്ടാണ് തന്നത്. പിന്നെ എനിക്ക് 2-3 ഗ്രീറ്റിംഗ് കാർഡ് കിട്ടി, ഒരു ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, പിന്നെ ഒരു ജാറിൽ ഇങ്ങനെ കുറേ നോട്ട്സ്, അതിൽ ഫുള്ള് ഇങ്ങനെ ഈ ഒരു ഫ്രണ്ടിന്റെ കൂടെയുള്ള മൊമെന്റ്സും പിന്നെ കുറേ കാര്യങ്ങളും നോട്ട്സ് ഒക്കെ ആയിട്ട്, അതായത് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് കുറച്ച് കിട്ടി, പിന്നെ ഇങ്ങനത്തെ മെറ്റീരിയലിസ്റ്റിക് ഗിഫ്റ്റ്സ് കുറച്ച് കിട്ടി, പിന്നെ അതേപോലെ ഷൂ, കേക്ക്, പിന്നെ ഹോൾ സെറ്റ്, അതായത് ബർത്ത്ഡേ ഇവന്റ് എന്ന് പറയുന്ന പോലെ ഒരു ഫ്രണ്ട്സിനൊക്കെ വിളിച്ചെത്തിയിട്ട് എല്ലാവരും പാർട്ടി അങ്ങനെ. അപ്പൊ ഞാൻ പറയാലോ, ഞാൻ എന്റെ അറ്റൻഡ് ചെയ്ത ബെസ്റ്റ് ബർത്ത്ഡേ പാർട്ടി. എന്താ ചെയ്യാ, പാർട്ടിക്ക് വിളിച്ച എല്ലാരും ഒരേ വൈബ്. അതെ, എല്ലാരും പല ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സയാൻ, എന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ എൻ്റെ ഇവിടുത്തെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ പറഞ്ഞാല് ഏഞ്ചലിന്റെ ഒരു ഫ്രണ്ട്, ഏഞ്ചൽ ത്രൂ നമുക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട്. പിന്നെ എൻ്റെ നെയ്ബർ, എൻ്റെ കനേഡിയൻ നെയ്ബർ, അവന്റെ ഫ്രണ്ട്സ്. അപ്പൊ 5 ആൾക്കാരും പിന്നെ എൻ്റെ ഹൗസ് മേറ്റ്സ്. അപ്പൊ 6 ഡിഫറെന്റ് ഫ്രണ്ട് ഗ്രൂപ്പ്സ്, 6 ഡിഫറെന്റ് സ്ട്രിങ്സ് ആണ്. ഞാൻ അങ്ങനെ സ്പൈഡർമാൻ മറ്റേ ട്രെയിന് വലിക്കുന്ന പോലെ ഇങ്ങനെ വലിച്ചു നിർത്തിയത്. പക്ഷെ ഇറ്റ് വെന്റ് റിയലി വെൽ. സാധാരണ എപ്പോഴും നമ്മൾ മീമൊക്കെ കാണും, നെവർ മിക്സ് യുവർ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു സംഭവം. അതെ, പക്ഷെ ഞാൻ പിന്നെ ഇത് ക്യൂറേറ്റ് ചെയ്ത് ഇങ്ങനെ എനിക്കറിയില്ല, ഇവരെല്ലാവരും അങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെ സെറ്റ് ചെയ്താണ് വിളിച്ചത്. അങ്ങനെ അത് ഭയങ്കര അടിപൊളിയായി നടന്ന്. അതിന്റെ ശേഷം എൻ്റെ സ്റ്റാൻഡേർഡ് ബാർ ഹൈ ആയി. അടുത്ത ബർത്ത്ഡേക്ക് എനിക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വേണം. അതില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സാഡ് ആവും. കാരണം ഇറ്റ് ഫീൽസ് സോ ഗുഡ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യണ്, ഇവരെല്ലാരും 2-3 ഫോണൊക്കെ വീഡിയോ എടുക്കുക, പിന്നെ എല്ലാരും എന്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കണം. എല്ലാവർക്കും എന്റെ കൂടെ ഫോട്ടോ കാണാം. എനിക്ക് ആ ഒരു അറ്റൻഷൻ ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാല്, സെമീറിന്റെ 24th ബർത്ത്ഡേ ആയിരുന്നല്ലോ. 24 hours നമുക്ക് സെലിബ്രേഷൻ നടത്താനായിരുന്നു. ഓരോ ആക്ടിവിറ്റീസ്. ഞാൻ അത്ര ടീനേജൊക്കെ ആയ സമയത്ത്, യങ് ടീനേജർ ആയ സമയത്ത് പ്രാവശ്യം ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിരുന്നു. ആ യൂട്യൂബ് വീഡിയോയിൽ കെൻഡൽ ജെന്നറാന്ന് തോന്നുന്നത്, കെൻഡൽ ജെന്നർ ഫോർ മൈ 24th ബർത്ത്ഡേ ഞങ്ങൾ 24 hours സെലിബ്രേറ്റ് ചെയ്തു. അന്നേ ഞാനിങ്ങനെ മനസ്സിൽ കുറിച്ച് വെച്ചത് 24th ബർത്ത്ഡേ
ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ വേറെ ആരെങ്കിലും 24th ബർത്ത്ഡേ വരുമ്പോൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മൾ ബർത്ത്ഡേക്ക് പാർട്ടി ഉണ്ട് എന്നൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, പാർട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൺ ടയേർഡ് ആയിരിക്കും. അപ്പൊ അതിനുശേഷം നമുക്ക് എത്ര ഉറക്കം ഉണ്ടാകും, എത്ര മൂഡ് ഉണ്ടാകും, ഇതിനനുസരിച്ചൊക്കെ നമുക്ക് ആക്ടിവിറ്റീസ് ക്യൂറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു ജനറൽ ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിൽ വെച്ചു. അതായത് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ നോക്കാം, ബട്ട് അപ്പത്തെ മൂഡ് അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. അത് വളരെ നല്ലൊരു ഡിസിഷൻ. അതെ, അല്ല നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവൻ പറഞ്ഞ ഐഡിയോളജി വെച്ച് നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് രാവിലെ 5 മണി വരെ എല്ലാവരും പാർട്ടിങ്ങും ഗെയിംസ് കളിക്കുന്നു, ചിരി കളി, പിന്നെ കുറെ ആൾക്കാർ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ കുറെ ഇതിൽ പോയി. ഓക്കെ, നല്ലൊരു ഇവന്റ് ആണത്, ഒരു എക്സ്പീരിയൻസ് പാർട്ടി, ഹൗസ് പാർട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമ്മളെ വേറൊരു ടർക്കിഷ് ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ ബീച്ചിലോട്ടാണ് പോയത്. സോ ആക്ച്വൽ എൻ്റെ ബർത്ത്ഡേ നമ്മൾ ബീച്ചിലാണ് ഇതാക്കിയത്. അതും ഞാന് കാനഡയിൽ ഫസ്റ്റ് ടൈമാണ് ബീച്ച് പോകുന്നത്. കാരണം നമ്മൾ നാട്ടിൽ കുറെ ബീച്ചിലൊക്കെ പോയതുകൊണ്ട് എനിക്ക് വലിയൊരു ആഗ്രഹമില്ലായിരുന്നു. അപ്പൊ എന്റെ പുഴയിൽ ഉപ്പുവെള്ളം ബീച്ച് അങ്ങനെ സൺഡേ നമ്മൾ ഫുള്ള് ഇതേപോലെ ഷോർട്സ് ഒക്കെ ഇട്ട് ഫുള്ള് ടാനൊക്കെ ആയി സ്വിമ്മൊക്കെ ചെയ്ത്, അതും കുറേ കാലത്തിന് സ്വിം ചെയ്യുന്നത്. അതൊന്ന്. രണ്ടാമത്തെ വെച്ചാൽ ഞാനും സയാനും എനിക്കൊണ്ട് 8th ക്ലാസ് ഹാങ് ഔട്ടിന് ശേഷം ഇപ്പോഴായിരിക്കും ചിലപ്പം ടുഗദർ സ്വിം ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ വേറെ എപ്പോഴാ നീ വന്നൊരു സ്വിമ്മിംഗ് പൂൾ എനിക്ക് ഓർമ്മയില്ല. അതെ, 8th ക്ലാസ്സിലാണ് ഞങ്ങള് ഒരു പ്രാവശ്യം എല്ലാരും കൂടി സ്വിമ്മിംഗ് പൂളിൽ പോയത്. പിന്നെ നമ്മള് നാട്ടില് എന്റെ വീട്ടിൽ പോയപ്പോ എന്റെ അവിടെയുള്ള കുളത്തിന്റെ അടുത്തൊക്കെ പോയി ഇരുന്നെങ്കിലും നമ്മൾ അന്ന് സ്വിം ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം സ്വിമ്മിംഗ് പൂളിൽ പോയിരുന്നു. പക്ഷെ അന്നൊന്നും ആശാനെ വീട്ടുകാര് വിട്ടിട്ടില്ലായിരുന്നു. അപ്പോ എത്രയോ വർഷത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് സ്വിം ചെയ്തത് ദിവസമാണ് എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പം എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ കുറെ നല്ല കാര്യങ്ങളൊക്കെ നടന്നു. എൻ്റെ ഒരു കൊല്ലമായിട്ട് ജോലി കിട്ടാത്ത എൻ്റെ ഫ്രണ്ട് ഗ്രേസിന് എൻ്റെ ബർത്ത്ഡേന്റെ അന്നാണ് ഒരു കമ്പനിയിൽ നിന്ന് മെയിൽ ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അങ്ങനെ എൻ്റെ ബർത്ത്ഡേ അടിപൊളിയായി ആഘോഷിച്ചു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈ പോഡ്കാസ്റ്റിന്റെ അഭിമുഖത്തിൽ നന്ദി പറയാണ്. പിന്നെ എൻ്റെ ഉമ്മക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഉമ്മക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു, ബർത്ത്ഡേ ആയിട്ട് ഇനിയിപ്പോ ഞാൻ ഇവിടെ ഒറ്റക്കാണല്ലോ, നമ്മളിതൊന്നും ആലോചിക്കുന്നില്ല. പക്ഷെ ഉമ്മമാർക്ക് അങ്ങനെ അല്ലല്ലോ. അപ്പൊ ഉമ്മക്കും ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. ഉമ്മക്കും ഭയങ്കര സന്തോഷമായി. സോ ഇൻ ഹോൾ ഇറ്റ് വാസ് എ ഹോൾസം ഡേ. എനിക്ക് ഇതേപോലെ ലൈഫിൽ ഒരു അടിപൊളി സംഭവം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വർക്ക് ചെയ്യായിരുന്നു, വീക്കെൻഡ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഷോപ്പിൽ വർക്ക് ചെയ്യാം. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞു ഞാൻ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എംപ്ലോയി ഉണ്ട്, ഞാനിങ്ങനെ വർക്ക് ചെയ്യാം. അപ്പം തിരക്ക് കുറഞ്ഞ സമയമായപ്പോൾ എംപ്ലോയി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേറൊരു ഷാട്ടിലെ ബിസിനസ് ഓണേഴ്സിന്റെ ഒക്കെ കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞാൻ കണ്ടു ഞങ്ങളുടെ വിൻഡോന്റെ അവിടെ 2 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹയർ ചെയ്ത പെങ്കൊച്ച് വേറെ ഓർഡേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വേഗം ഓടി ബാക്കിലൂടെ എൻട്രി ചെയ്ത് കയറി ഓർഡർ എടുക്കാന്ന് വിചാരിച്ചു വേണ്ടി ഞാൻ ബാക്കിൽ എത്തിയപ്പോത്തിന് എന്റെ എംപ്ലോയി ഡിലിജന്റ് വർക്കർ ഡെഡിക്കേറ്റഡ് അപ്പോത്തിന് ഓർഡർ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോ ഈ കസ്റ്റമർ ഇസ് ദാറ്റ് സയാൻ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനെങ്ങനെ ഇതാരോ പോഡ്കാസ്റ്റ് ലിസ്റ്റനർ വല്ലതാണോ? അപ്പൊ ഞാന് എന്നിട്ട് ഞാൻ ഇങ്ങനെ അടുത്തോട്ട് ഇങ്ങനെ പോവാ. അടുത്തോട്ട് പോയപ്പോ ഇവൻ പറഞ്ഞേ, ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ മീ ബട്ട് ഐ ആം റോജർ. റോണിയോ? എക്സാക്ട്ലി, കാനഡയിലോ? അപ്പൊ ഞാൻ അടുത്തങ്ങ് എത്തിയപ്പോ റോജർ എന്ന് പറഞ്ഞപ്പോ എനിക്കങ്ങ് മനസ്സിലായി. റോജർ റോണി സ്കൂളില് പഠിച്ചിരുന്നായിരുന്നു. ഞാൻ 3rd ക്ലാസ്സും 4th ക്ലാസ്സും അവന്റെ കൂടെ ആയിരുന്നു. ആണോ? ഞാൻ ഇവന്റെ കൂടെ മലയാളം ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പൊ റോജർ റോണി എന്നാണ് അവന് അതെ പറഞ്ഞേ. അപ്പൊ ഞാൻ എന്നിട്ട് ഭയങ്കര കോയിൻസിഡൻസ്, നമ്മളവിടെ സൗദി പഠിച്ച ഇവര് എത്ര ചെറിയ ക്ലാസ്സിലായിട്ട് ഇവൻ പോയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വരെ കണ്ടിട്ടുണ്ട്. കാരണം സെന്റ് ജോസഫ് ദേവഗിരി ഹാഷിദിന്റെ കൂടെ കോളേജിലായിരുന്നു പഠിച്ചത്. അപ്പൊ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവ സ്കൂളിൽ പഠിച്ച കാലത്ത് ഇവ അത്യാവശ്യം പഠിപ്പിച്ചായിരുന്നു. അത്യാവശ്യമല്ല,
പിന്നെ ഒന്ന് ഒരു മോശം രീതിയിൽ സ്കൂള് പഠിച്ച ടൈമിൽ ഒരു നേടിയായിരുന്നു. അപ്പൊ ഇവര് അങ്ങനെ ആയിരുന്നു. പാന്റൊക്കെ ഭയങ്കര ഹൈ ഒക്കെ ഇട്ട് കണ്ണടൊക്കെ വെച്ചിട്ട് കുറച്ച് ചബ്ബിയൊക്കെ ആയിട്ട് കണ്ണട വെച്ചിരുന്നു, ചബ്ബിയായിട്ട് ഒക്കെ ഉള്ളത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു റോഷൻ റോയ്, അവനും ഇതേപോലെ തന്നെയായിരുന്നു. റോഷൻ റോയ്, റോജർ റോണിയും റോഷൻ റോയും രണ്ടുപേരും ഒരു ഡൂ ആയിരുന്നു. അവനും ഇതേപോലെ പാന്റൊക്കെ ഇട്ട് ഒരു നേടി ചെക്കൻ, പക്ഷെ ചെക്കൻ ഫുൾ മാറി. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാ, ഇവരെ എനിക്കുള്ള പരിചയം എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ ഈ 3 to 5th 6th to 8th ബ്ലോക്കിലൊക്കെ പഠിക്കുമ്പം ഈ സ്ഥിരമായിട്ട് റെസിറ്റേഷൻ കോമ്പറ്റീഷൻ, എലക്യൂഷൻ കോമ്പറ്റീഷൻസ്, അങ്ങനത്തെ കോമ്പറ്റീഷൻസിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. അതിൽ പെട്ടതായിരുന്നു ഞാനും ഇവനൊക്കെ. അങ്ങനെയാണ് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇയറിലും ക്ലാസ് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ ഈ ഇൻവെസ്റ്റിച്ചർ സെറിമോണി അങ്ങനെയൊക്കെ കണ്ട് പരിചയം. അപ്പൊ ഇവനെ നോക്കിയപ്പോ ഇപ്പൊ ഫുള്ള് മാറിയത്, ചബ്യൊന്നല്ല, ഇവൻ ഫുള്ള് കണ്ണട വെക്കുന്നില്ല, ഇവന് ലേസിക്ക് ചെയ്തോ എന്തോന്ന് എനിക്കറിയില്ല, കഴുത്തിലൊരു ചെയിനൊക്കെ ഇട്ടിട്ടുണ്ട്, ചെക്ക താടിയൊക്കെ വെച്ച് ലുക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നീ മിനിങ്ങല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങള് സംസാരിച്ച്. അപ്പൊ ഇവൻ പറഞ്ഞ എന്താ നിങ്ങളെ മെനുവിൽ അടിപൊളി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ട്വിസ്റ്റ് പൊട്ടേറ്റോ അടിപൊളിയാണ്, ക്രേപ്സ് അടിപൊളിയാണ്. അപ്പൊ നല്ല ഞങ്ങൾക്ക് കുടിക്കാൻ ഒരു മിൽക്ക് ഷേക്കാ വേണ്ടത്, ഏതാണ് നല്ലത് എന്ന് വെച്ചാൽ ഞാൻ ബെസ്റ്റ് സെല്ലർ ഓറിയോ ആണ്. അപ്പൊ ഇവന് എന്താ അന്നൊരു ഓറിയോ മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ കൂടെ ആരൊക്കെ, ഇവനും ഒരു ഗേൾ ഫ്രണ്ടാണോ അറിയില്ല, ഇവനൊരു പെഗോച്ചിന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നിട്ട് ഞാൻ അപ്പോഴേ മനസ്സിലാലോചിച്ചു, ഇത്ര കാലത്തിന് ശേഷം നമ്മള് സ്കൂളിൽ പഠിച്ചൊരു ചെക്കനെ കാണുകയാണ്, ഞാൻ ഇവനൊന്ന് പൈസ വാങ്ങിക്കില്ല അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു ഓറിയോ മിൽക്ക് ഷേക്ക് എടുത്തോ, പിന്നെ ഈ ക്രേപ്പ് അടിപൊളിയാ, ലോട്ടസ് ബിസ്ക് ഓഫ് ക്രേപ്പ് സെറ്റ് അതെടുത്തോ. അപ്പൊ ഇവന് അല്ലല്ല അത് വേണ്ട, അപ്പൊ ഇവൻ എടുത്തോ. അപ്പൊ ഇവന് അല്ല മിൽക്ക് ഷേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ശരി ഇവനറിയില്ലല്ലോ ഞാൻ ഇവനടുത്ത് പൈസ വാങ്ങില്ല. ഇവൻ വിചാരിച്ചിട്ടുണ്ടോ കിട്ടിയ അവസരം ഞാൻ ഇവനടുത്ത് കുറെ മുതലാക്കി കുറെ ഓർഡർ ചെയ്തു. അപ്പൊ ഇവനാ ഓക്കെ അങ്ങനെ മിൽക്ക് ഷേക്ക് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാന് പറഞ്ഞിട്ട് ഞാൻ ക്രേപ്പ് ഉണ്ടാക്കി. അങ്ങനെ ക്രേപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇവ എന്നോട് ചോദിച്ച്, അപ്പൊ ഇങ്ങനെ ഷാക്ക് നോക്കിട്ട് പറഞ്ഞേ നീ ഇവിടെ വർക്ക് ചെയ്യുന്നേ. നമ്മളെല്ലാ ആൺകുട്ടികളും സ്വപ്നം കാണുന്ന ഡയലോഗ് എനിക്ക് പറയാം. ഞാൻ പറഞ്ഞേ അല്ല ഈ ഷോപ്പ് എന്റേതാ. ഞാൻ പറഞ്ഞു ഭയങ്കര ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. അപ്പൊ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കി മിൽക്ക് ഷേക്ക് കൊടുത്തപ്പോ ഞാൻ ക്രേപ്പ് കൊടുത്തിട്ട് പറഞ്ഞു. അപ്പൊ മോനെ എത്ര വെച്ചോ മോനെ മൊഴിയെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്ത്. അപ്പൊ ഇവനും ഭയങ്കര ഹാപ്പി, ഞാൻ അതിലേറെ ഹാപ്പി. കാരണം നമ്മളുടെ ഒരു സ്വപ്നം എന്നൊക്കെ പറഞ്ഞ ഇതാണല്ലോ, ഇങ്ങനെ ആൾക്കാരൊക്കെ ഇത് ഹാപ്പി ആക്കണം, കൂടെ ആൾക്കാരെ ഹാപ്പി ആക്കണം. അതുപോലെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെയാണല്ലോ നമ്മളൊരു ഡ്രീം. അപ്പൊ അത് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷത്തിലായിരുന്നു ഞാന്. എന്നിട്ട് ഞാന് പറഞ്ഞ ഇവൻ ചോദിച്ചു സെമിയറിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ സെമിയർ കിച്ചണറിലാണ്. ഞാൻ ഇവൻ പീറ്റർ ബ്രോ. അപ്പൊ ഞാൻ പറഞ്ഞു പീറ്റർ ബ്രോയിലാണല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ. എന്നിട്ട് ഇപ്പം പിന്നെ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ, എന്റെ ബിസിനസ് നല്ലതാവട്ടെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു ഹോൾസം ഇന്ററാക്ഷൻ ആയിട്ട് അതും അവിടെ തീർന്ന്. അതിന് കുറെ ഈ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പം ഓരോ പല രാജ്യം, ഇപ്പൊ സമ്മറായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നത്. അപ്പൊ മാഞ്ചസ്റ്ററിന്ന് കസ്റ്റമേഴ്സ്, ലിവർപൂളിന്ന് കസ്റ്റമേഴ്സ്. അപ്പൊ ഞാന് ആൾക്കാരുടെ ആക്സെന്റ് വെക്കുമ്പോ ഞാൻ ചോദിക്കും where you from? അപ്പൊ പറയും ഇംഗ്ലണ്ട് എന്ന് പറയും. അപ്പൊ where in England? അപ്പൊ ഒരാള് മാഞ്ചസ്റ്റർ. Do you know this place എന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പൊ do you know this place എന്ന് ചോദിച്ചേ. അപ്പൊ ഞാൻ yes or no പറയുന്നതിന് ഞാൻ ചോദിച്ചു are you red or blue? അപ്പൊ are you red or blue എന്ന് ചോദിച്ചേ. അപ്പൊ റെഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ ചോദിച്ചേ are you blue? എനിക്കങ്ങനെ ലോയൽറ്റി ഒന്നും ഇല്ല അതില്. ഞാൻ പിന്നെ ലിവർപൂളിന്ന്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ഓർഡർ ചെയ്യാൻ വന്നപ്പോ ഇയാള് ഇയാളുടെ സംസാരത്തിന് എനിക്ക് മനസ്സിലായി ഇയാൾ അമേരിക്കൻ ആണെന്ന്. അമേരിക്കൻസിന്റെയും കനേഡിയൻസിന്റെയും ഇന്ററാക്ഷൻ ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്തൊക്കെയാണ് അത് എടുത്തു പറയാൻ പറ്റും. കനേഡിയൻസ് ഭയങ്കര പൊളൈറ്റ്. അതെ, അമേരിക്കൻസ് ഇങ്ങനെ നേരെ പോ സാധാ കാര്യങ്ങൾ പറയുന്നു. പിന്നെ കനേഡിയൻസിന്റെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കനേഡിയൻസ് സംസാരിക്കാം. അമേരിക്കൻസ് alright let me get a
അങ്ങനെ ഒരു സംസാരം, ഒരു ബേസ് കൂടിയ സംസാരം. ബേസ് കൂടിയല്ല, അതായത് ഒരു അതോറിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് സംസാരിക്കുക. അപ്പൊ എനിക്ക് ഇയാളെ സംസാരത്തിൽ തന്നെ എനിക്ക് തോന്നി ഇയാൾ അമേരിക്കനാണെന്ന്. പറഞ്ഞ പോലെ ഇയാൾ അമേരിക്കനാണ്. ഇയാളൊരു ക്യാഷ് എടുത്തപ്പോ ഇയാളെ വാലറ്റ് തുറന്നപ്പോ ഈ FBI ഓപ്പൺ അപ്പ് എന്ന് പറയുന്ന പോലത്തെ ഒരു വലിയൊരു എംബ്ലം ബാഡ്ജ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയിട്ട് വായിച്ചു നോക്കിയപ്പോ ഡിസ്ട്രിക്ട് അറ്റേർണി എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചേ കോർട്ടിലെന്തോ, ഞാൻ ചോദിച്ചു അയ്യോ ഡിസ്ട്രിക്ട് അറ്റേർണി എന്ന് ചോദിച്ചത്. അപ്പൊ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് ബാഡ്ജ് എനിക്ക് കാണിച്ചു. അപ്പൊ ഞാൻ നൈസ്. അപ്പൊ ഞാൻ വേറെന്ന് വെച്ചേ. അപ്പൊ ഇയാള് ഏതോ സ്ഥലം പറഞ്ഞു. അപ്പൊ ഞാൻ വേഴ്സ് ദാറ്റ്? അപ്പൊ ന്യൂയോർക്ക്. അപ്പൊ ഞാൻ ഭയങ്കര കൂൾ. അപ്പൊ ഞാൻ വെച്ച് what do you think of the Trump shooting? ട്രംപിനെ ഇപ്പൊ വെടിവെച്ചാണ്, ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചല്ലോ. അപ്പൊ അയാള് ചിരിച്ച്, അത് ഇവനിതൊക്കെ അറിയാം എന്നൊക്കെയുള്ള രീതിയില്. അപ്പൊ ഇവൻ പറഞ്ഞ് crazy times we live in. അവൻ പറഞ്ഞ വേഴ്സ്റ്റ് പാർട്ട് ഈസ് ഇവൻ മരിച്ചില്ല, സോ ഹീസ് നൗ ഈവൻ മോർ സ്ട്രോങ്. അപ്പൊ ഞാൻ അപ്പൊ നിങ്ങൾ ട്രംപ് സപ്പോർട്ടർ അല്ലേ എന്നാണ്. അപ്പൊ പിന്നെ രണ്ട് പാർട്ടീസും മോശമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ട്രംപിന്റെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയണോ? അതായത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡൻഷ്യൽ എക്സ് യു എസ് പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിന്റെ ഇടയിൽ ഒരു ചെക്കൻ വെടിവെച്ചു. ഒരു സ്നൈപ്പർ റൂഫ് ടോപ്പിൽ നിന്ന് വെടിവെച്ചു. ട്രംപിന്റെ ചെവിന്റെ അവിടെ കൊണ്ടു. കാരണം കറക്റ്റ് സമയത്ത് ട്രംപ് എന്തോ പറയാൻ വേണ്ടി ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് തിരിഞ്ഞ സമയത്താണ് വെടി കൊണ്ടത്. എന്നിട്ട് ഇവന് സർവൈവ് ചെയ്തു. ട്രംപ് സർവൈവ് ചെയ്തു. ഷൂട്ടറിന് അപ്പൊ തന്നെ സീക്രട്ട് സർവീസ് വെടിവെച്ചിട്ടു. ഇതൊക്കെയാണ് സംഭവിച്ചത്. അത് പിന്നെ കൂടുതൽ പറയണമെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമുള്ള ഇന്ററാക്ഷൻസ് ആണ് കടയില്. ഒരു ചെക്ക വന്നിട്ട് എന്നോട് ചോദിച്ചു, hey bro, you got a USB charger? Do you have a USB-C charger? എന്നാണ്. അപ്പൊ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ യെസ് എന്ന് പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്റെ കയ്യിൽ വെയ്പ്പ് പിടിച്ച് ഇങ്ങനെ നിൽക്കാം. വേപ്പ് ചാർജ് ചെയ്യാൻ അവൻ വന്നത്. പക്ഷെ യെസ് അപ്പൊ വായിന്ന് ഇങ്ങനെ പോന്നു. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാ, കിട്ടില്ല. അപ്പൊ തന്നെ ഞാൻ അങ്ങനെ എന്നാണ്. അപ്പൊ നമ്മള് can I charge this vape? ഞാൻ പിന്നെ എടുത്ത് ചാർജ് ചെയ്ത് എന്റെ വാല്യൂസിനെതിരായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ച് നമ്മൾ ഈ ഫോണൊക്കെ ഡെഡ് ആവാനാവുമ്പോഴാണല്ലോ നമ്മളൊരു കടയിലൊക്കെ പെട്ടെന്ന് കയറിയിട്ട് ചാർജർ ഉണ്ടോന്ന് ചോദിക്കാം. പിന്നെ വെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർജർ കഴിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു എത്രത്തോളം അഡിക്റ്റഡ് ആണ്. എന്നിട്ട് ഞാൻ പിന്നെ എന്റെ ഫുഡ് ഉണ്ടാക്കാൻ അങ്ങനെ തുടങ്ങിയപ്പോ ഇപ്പൊ വിൻഡോന്റെ അവിടെ ഇവനിങ്ങനെ വെയിറ്റ് ചെയ്യാം ചാർജ് ആവാൻ. അപ്പൊ ഞാൻ നോക്കവനങ്ങനെ. അപ്പൊ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ചോദിച്ചു hey man, you trying to order? എന്ന് വെച്ചാൽ അവനാണ്. അപ്പൊ no, just waiting to charge. ചെറിയ ചെക്കൻ. അപ്പൊ ഞാൻ this generation. അല്ല ഞാന് മറ്റൊരു പ്രാവശ്യം നോമ്പിന്റെ ടൈമില് പള്ളിയിൽ നോമ്പ് ഇറക്കാൻ പോയതാ. അപ്പൊ അവിടെ കുറെ ചെറിയ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ സൗദിന്ന് കാനഡയില് ചെറിയ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. ചെറുത് പറഞ്ഞാൽ മേ ബി സ്റ്റുഡൻറ് സ്കൂളിലൊക്കെ പോണ പയ്യന്മാര്. അപ്പൊ വരും ഇതേപോലെ നോമ്പ് ഇറക്കാൻ വന്നതാണ്. ബാങ്ക് കൊടുത്തു, ഞങ്ങളെല്ലാരും നോമ്പ് തുറന്നു, നിസ്കരിച്ച് ഇറങ്ങിയപ്പോ ഈ ചെക്കന്മാര് കൂട്ടം കൂടി ഇങ്ങനെ പുറത്തേക്കുണ്ട്. അവരപ്പൊ തന്നെ എല്ലാരും വെയ്പ്പ് നോമ്പണ്ട് തുറന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതിന് വെയ്പ്പ്. വൺ തിങ് ദാറ്റ് കൺസേൺ മീൻസ് ദാറ്റ് ഒന്ന് ഈ ഫാസ്റ്റിംഗ് എന്തൊക്കെ കഴിഞ്ഞിട്ട് ആര് വെയ്പ്പ് ചെയ്യുന്ന ആ ഒരു സംഭവം. രണ്ട് എന്ന് പറഞ്ഞാൽ അവര് ചെറിയ പിള്ളേരാണ്. അതായത് ഇത്ര ഏജിലൊക്കെ തന്നെ അത് തുടങ്ങിയാൽ എത്ര കാലം അത് പോകാനുള്ളതാ. അത് നമ്മളെ കുറെ കാക്കമാരൊക്കെ ഉണ്ടല്ലോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് സിഗരറ്റ് വലിക്കണം. ഞാൻ കാണല്ലോ മറ്റേ ജുമാ കഴിഞ്ഞാട് പള്ളിന്റെ കോമ്പൗണ്ടും കൂടി വിടാതെ അവിടെ സിഗരറ്റ് ഒക്കെ കത്തിക്കും. പക്ഷെ ഇവരോടൊന്നും ആരും പറയൂല. ഞാൻ ഇവിടുത്തെ എന്നല്ല, ഞാൻ നാട്ടിലും ഇത് ഇവിടെ സംഭവിച്ചതാ. പക്ഷെ ഞാൻ നാട്ടിലും ശ്രദ്ധിച്ചു. അതായത് കുറച്ച് മുതിർന്ന ആൾക്കാര് എന്ത് അങ്ങാടിയിലൂടെ എന്ത് ചെയ്ത് നടന്നാലും നോബഡി ബാറ്റ്സനായി. പക്ഷെ നമ്മള് ഒരു ട്രൗസറൊക്കെ ഇട്ട് നടന്നാല് അല്ലെങ്കിൽ ഒന്നൊക്കെ ആക്കിയാലും അപ്പോ നമ്മളെ കേട്ട് പഠിപ്പിക്കാനും പറഞ്ഞു ഒന്നേ അവർക്ക് പ്രായമായി അവരിപ്പോ ഇത് മാറ്റാനൊന്നും പോകുന്നില്ല. പിന്നെ ഈ പറയാൻ പോകുന്ന ആളും ചിലപ്പം ഇയാളുടെ അതേ ഒരു ഏജ് ആയിരിക്കും. അപ്പൊ അതെ നീയൊക്കെ വളർന്നു വരുന്ന പ്രായമാണ്. അപ്പൊ നിന്നെ ഇപ്പോഴേ അമറടി ഇട്ടാൽ
നീ ഇതാക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ വേപ്പും എന്റെ ലീസ്റ്റ് ഫേവറേറ്റ് സ്മെല്ലിൽ ഒന്നാണ് സിഗരറ്റിന്റെ സ്മെല്ല്. തീരെ ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ്. പക്ഷെ വേപ്പിന്റെ സ്മെല്ല് എനിക്ക് പ്രശ്നമല്ല, പെർഫ്യൂമിന്റെ പോലെയാണ്. വേപ്പ് മറ്റേ ഫ്ലേവേർഡ് പെർഫ്യൂമിന്റെ സ്മെല്ലുണ്ടാവുക. പക്ഷെ പണ്ട് ഇപ്പൊ ഒരു കുട്ടി സിഗരറ്റ് വലി തുടങ്ങാന്ന് വിചാരിച്ചോ, അപ്പൊ സിഗരറ്റ് വലിക്കുന്ന ചെക്കന് എന്താ പേരൻസ് കണ്ടുപിടിക്കാതെക്കാന്, ഈ സിഗരറ്റിന്റെ സ്മെല്ല് ഡ്രസ്സിൽ പിടിക്കാതെക്കാന്, പിന്നെ ഇൻഡോർസ് ഈ ചെക്കന് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ വേപ്പിന് ഈ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ശരിയാ, സ്മെല്ല് വരൂല, വായൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോ നമ്മളെല്ലാം ചുയിങ്കൊക്കെ തിന്ന സ്മെല്ലൊക്കെ ആയിരിക്കും. ഡ്രസ്സിൽ പിടിക്കില്ല, ഇൻഡോർന്ന് ചെയ്യാ, പേരൻസിനെ പേടിക്കണ്ട. അതുകൊണ്ട് കുട്ടികൾ വേപ്പ് ചെയ്യാനുള്ള ലൈക്ലിഹുഡ്, സിഗരറ്റിന് നാച്ചുറലി കുറെ ഫ്രിക്ഷൻ ഉണ്ടാവുമായിരുന്നു, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവുമായിരുന്നു. പക്ഷെ വേപ്പിന് അതൊന്നും ഇല്ല. ഞാൻ അടുത്ത് ഈ ഒരു ന്യൂസ് ഉണ്ട്, നാട്ടിൽ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യന്റെ ബാഗിൽ നിന്ന് പേരൻസ് വേപ്പ് പിടിച്ച്. പേരൻസ് ആദ്യം പിടിച്ചപ്പോ എന്തോ ചോക്ലേറ്റോ അങ്ങനെ എന്തോ ആണ് വിചാരിച്ച്, ഇങ്ങോട്ട് അത് വേപ്പാ. ഇങ്ങോട്ട് വരുന്നത് എന്തോ കംപ്ലൈന്റ് ഒക്കെ ആക്കി പോലീസുകാർ കുറെ ഈ മൊബൈൽ സ്റ്റോർസിലും അവിടെയൊക്കെയാണ് പോലും ഇത് നാട്ടില്, ഇന്ത്യയിൽ ഈ സിഗരറ്റ്സ് ഇല്ലീഗലാണ്. അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്താണ് പോലും ഇവരിത് വിൽക്കുക. എന്നിട്ട് പോലീസുകാരൊക്കെ വന്ന് കുറെ സ്ഥലത്ത് നിന്ന് ഇതൊക്കെ വീണ്ടെടുത്ത് ഇതാക്കി, അങ്ങനെ കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായി. സ്കൂളിൽ പഠിച്ചപ്പോ സ്കൂളിലേക്ക് വേപ്പ് കൊണ്ടുവരുമായിരുന്നു. വേപ്പോ നമ്മളെ സ്കൂളില് മറ്റേ മിതുവാക്ക് അറബ്സ് ഒരു പൈപ്പ് പോലെയാ, അതിന്റെ ഇവിടെ ഇങ്ങനെ ടൊബാക്കോ ഇട്ടിട്ട് അവർ കത്തിച്ചിട്ട് സ്മോക്ക് ചെയ്യും. അത് സിഗരറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടായിരുന്നു നമ്മള് സ്കൂളിൽ പഠിച്ചപ്പോ, ഈ ഹൈദരാബാദീസ്, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ. അപ്പൊ ഇവന് ഇതേപോലെ ഉറുദു സ്പീക്കിംഗ് ആയിരുന്നു. എന്നിട്ട് ഇപ്പം വേപ്പ് ഉണ്ടെന്നിരുന്നു. എന്നിട്ട് ഇപ്പൊ ക്ലാസ്സിന് പ്രാവശ്യം എന്തോ ഇങ്ങനെ വലിക്കുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലേ, ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. അപ്പൊ ഇതൊന്നും ഇല്ല, ജസ്റ്റ് വാട്ടർ അങ്ങനെയൊക്കെ പറഞ്ഞേ. ഞാൻ ഇല്ല. അപ്പൊ പറഞ്ഞു ഞാൻ സത്യം പറയട്ടെ. അപ്പൊ ആണ് ഇതില് സംസം വെള്ളമാണ് ഞാൻ ഇതില് ഞാൻ സംസം വെള്ളം ഒഴിച്ചത്. വാട്ടർ വേപ്പർ ട്രൈ ചെയ്തൊക്കെ. ഞാൻ പറഞ്ഞു ഞാനില്ല മോനെ തന്നെ. പക്ഷെ നീ വേപ്പിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ വേപ്പിന് കുറേ ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ ബ്ലൂബെറി അല്ലെങ്കിൽ കോട്ടൺ ക്യാൻഡി, മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒരു USB-ന്റെ വലുപ്പമുള്ള സാധനമായിരിക്കും. നമ്മളിങ്ങനെ വലിച്ചാല്, ഞാൻ വലിച്ചിട്ടില്ല പക്ഷെ വലിക്കുന്ന കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഇവരിങ്ങനെ വലിച്ചാല് ആ മാംഗോന്റെ അത്ര ഫ്ലേവർ വരും. എന്താ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് ആവും. അതേപോലെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മള് ക്രിക്കറ്റിനെതിരായിട്ട് സംസാരിച്ചു. എതിരായിട്ടല്ല, ക്രിക്കറ്റ് നമ്മൾ ഒരിക്കലും എതിരല്ല, ഒപ്പീനിയനേറ്റഡ് ആയിട്ട് സംസാരിച്ചു. നീ ക്രിക്കറ്റ് മണ്ടന്മാരെ സ്പോട്ടാന്നാ പറഞ്ഞത്. ക്രിക്കറ്റ് കളിക്കണവരെന്ത് മണ്ടന്മാരാണ്. അതെ, അത് ക്രിക്കറ്റിനെതിരായി ഞാൻ സംസാരിച്ചിട്ടില്ല, പക്ഷെ ക്രിക്കറ്റ് കളിക്കുന്നവരെന്ത് മണ്ടന്മാരായിരുന്നു. ഞാൻ തന്നെ എപ്പിസോഡിൽ പറഞ്ഞത് ഞാൻ അടക്കം കളിക്കുന്ന ആളാണെന്നുള്ളത്. അതെ, ഐ മൈസെൽഫ് അഡ്മിറ്റ് ദാറ്റ്. അപ്പൊ അതില് നമ്മളെ ഓഡിയൻസിന് ചിലവരൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ചിലവർക്കല്ല കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു. അതെ, അതില് നമ്മളുടെ ഒരു സ്ഥിരം പോഡ്കാസ്റ്റ് ലിസണറായ അതുൽ രഞ്ജിത്ത് പൊതുവെ എല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആള് വരെ അതിന് ട്രിഗറായി. എന്നിട്ട് സെമീർ അതിൽ പറഞ്ഞു, അതുൽ രഞ്ജിത്ത് ഇട്ട കമന്റാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. സെമീറെ മോശമായി, ഒന്നുകൂടി ഞാൻ വായിക്കാണ്. സെമീറെ മോശമായി പോയി മോനെ, ഒന്നില്ലെങ്കിലും ചെറുപ്പത്തിൽ നീ ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടവനല്ലേ, സാഡാക്കി കള. എന്ത് ഡ്വെയിൻ ബ്രാവോ, രോഹിത് ശർമ്മയും സേവാഗും ഫിസിക്കലി ഫിറ്റ് അല്ല പോലും, എങ്ങനെ പറയാൻ കഴിയുന്നു ബ്രോ? കണ്ടിട്ട് ബ്രാവോ കരിയർ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽഡേഴ്സ് ആൻഡ് ബെസ്റ്റ് ഓൾറൗണ്ടർ ആണ്. പിന്നെ രോഹിത് നല്ലൊരു ക്യാപ്റ്റൻ ഫീൽഡറാണ്. ക്യാപ്റ്റൻ ബെസ്റ്റ് ധോണിയാണ്. യെസ്, രോഹിത് ശർമ്മ നല്ലൊരു ക്യാപ്റ്റനാണ്, നമുക്കിപ്പോ വേൾഡ് കപ്പ് കൊണ്ടുവന്നു. 30 and above ഏജ് ആയിട്ട് പോലും കളിക്കുന്നുണ്ട്. അതുപോലെ ബ്രാവോയും എന്നാലും മോശം അനാലിസിസ് ആയിപ്പോയി. മണ്ടന്മാരെ കളി പോലും വല്ല കേസിലും പെടാതെ നോയിക്കോ. ഇതെങ്ങാനും റിയൽ പ്ലേയേഴ്സ് കേൾക്കാൻ ഇടവന്ന പോസ്റ്റാവോ സമീറ? റിയൽ പ്ലേയേഴ്സുമായിട്ട് റിയൽ ആൾക്കാരിലോട്ട് വളരെ മോശം. എന്താ ചെയ്യാ? ഈ 40 വയസ്സുള്ള ക്രിസ്ത്യാനോന്റെ ബോഡിയും 30 കഴിഞ്ഞ രോഹിത് ശർമ്മന്റെ ബോഡിയും കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞ് അത് എന്റെ ഒരു തെറ്റാണ്. പക്ഷെ അവർക്ക് അതിന്റെ ആവശ്യമില്ല.
ഓക്കെ, അതാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ എന്താ അറിയോ, ഞാൻ ഇത്ര ഡെവിൾസ് അഡ്വക്കേറ്റ് കളിക്കായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്താന്ന് വെച്ചാല്, നമുക്ക് നമ്മളെ പോഡ്കാസ്റ്റിൽ നമ്മളെ ഒപ്പീനിയൻസ് നമ്മൾ ജസ്റ്റ് പറയാന്നുള്ളൂ. അതിപ്പോ ആൾക്കാർക്ക് വേണമെങ്കിൽ എഗ്രി ചെയ്യാം, വേണ്ടെങ്കിൽ എഗ്രി ചെയ്യണ്ട, വി ഡോണ്ട് കെയർ. ബാഷ് ചെയ്യാതിരിക്കാം, ഒന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മളെ കമന്റ്സിലുള്ള ആൾക്കാർക്ക് നമ്മൾ അവരെ ഒപ്പീനിയൻ തന്നെ അംഗീകരിക്കണം നിർബന്ധമുള്ള പോലെ. അതെ, നമ്മളെല്ലാവരുടെ ഒപ്പീനിയൻസും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും എന്തെങ്കിലും മാത്രം നമുക്ക് ലോകം എത്ര നന്നാവും, എല്ലാവരും അവരുടേതായ പോലെ ജീവിക്കാൻ വിട്ടാൽ എന്നൊക്കെ പറഞ്ഞ് അത് ഇൻസ്റ്റഗ്രാമിലല്ല നമ്മൾ ഒതുക്കി നിർത്തേണ്ടത്. എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻസും വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരാൾ ഇപ്പം ഒന്നിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാളൊരു മോശം വ്യക്തി അല്ലെങ്കിൽ അയാളുടെ ഒരു ഐഡിയോളജി മോശം എന്നല്ല. എന്നിട്ടാണോ നീ ക്രിക്കറ്റ് കളിക്കുന്ന മണ്ടന്മാരും പൊട്ടന്മാരും എന്ന് പറഞ്ഞ വളരെ മോശമായി സമീറെ. ഞാൻ പറഞ്ഞതൊക്കെ ഫാക്ച്വൽ ആയിരുന്നു. ഓക്കെ, നീയാണ് ഇമോഷൻ കലർത്തി മണ്ടന്മാര്. പക്ഷെ അതുകൊണ്ട് എന്താ, ആൾക്കാരൊക്കെ ട്രിഗറായി. ഇന്നേ വരെ കമന്റ് ചെയ്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ വരെ ഉണ്ട് കമന്റ് ചെയ്യുന്നത്. ഇത്ര നല്ല റീൽസ് ഇട്ടിട്ട് ഇന്നേ വരെ കമന്റ് ചെയ്തില്ല. പക്ഷെ നെഗറ്റിവിറ്റിക്ക് കമന്റ് ചെയ്യാൻ എല്ലാവർക്കും സമയമുണ്ട്. അതെ, ഓക്കെ, ഇന്ന് നമ്മൾ എൻഡ് ചെയ്യല്ലേ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. ദിസ് ഹാസ് ബീൻ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സമീർ റോഷൻ ആൻഡ് സയാം സാക്കിർ. പീസ് ഔട്ട്. മടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൻ നിൽക്കും കുതിര. കത്തോടെ ഇങ്ങനെ എന്ത് ക്യൂട്ടിയാടാ നീ കാര്യത്തില്.